ഓം നമോ ഭഗവതേ വാസുദേവായ. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഞാനിന്ന് പറയാൻ പോകുന്നത് നാരദരുടെ ഉപദേശത്തിന് ധ്രുവന്റെ മറുപടി പറയുന്നതാണ്. ധ്രുവൻ പറഞ്ഞു, ഭഗവാൻ കരുണാനിധിയായ നിന്തിരുവടി എനിക്ക് ശാന്തിമാർഗം ഉപദേശിക്കുന്നു. എന്നാൽ ചെറിയമ്മയുടെ വാക്കുകൾ എൻ്റെ വിവേകത്തെ നശിപ്പിച്ചിരിക്കുന്നു. ഈ നിലയിൽ അവിടുത്തെ ഉപദേശമനുസരിക്കാൻ എനിക്ക് ശക്തിയില്ല. ആർക്കും ഇതുവരെ കിട്ടാത്ത പരമോത്കൃഷ്ടമായ പാദത്തെ ഞാൻ ആഗ്രഹിക്കുന്നു. അതിനുള്ള മാർഗം ഉപദേശിച്ചു തരണം. എന്നെപ്പോലെയുള്ള ദുഃഖിതർക്ക് ഹിതം ചെയ്യാനാണല്ലോ നിന്തിരുവടി സഞ്ചരിക്കുന്നത്. ഇത് കേട്ട് ശ്രീ നാരദർക്ക് സന്തോഷമായി. രാജകുമാരന്റെ നിശ്ചയദാർഢ്യത്തെ അനുമോദിച്ചുകൊണ്ട് പറഞ്ഞു, വത്സ, നിന്റെ അമ്മ ഉപദേശിച്ചത് തന്നെയാണ് ഉത്തമ മാർഗം. ഭഗവാൻ ശ്രീ വാസുദേവനെ ഏകാഗ്ര മനസ്സോടുകൂടി ഭജിക്കുക. യമുനാ തീരത്തിൽ മധുവനമെന്ന സ്ഥലമുണ്ട്. അവിടെ പോയി 3 നേരവും യമുനയിൽ കുളിച്ച് സുഖാസനത്തിലിരുന്നു കൊണ്ട് പ്രാണായാമത്തിൽ പ്രാണനും മനസ്സും ശുദ്ധമാക്കണം. അനന്തരം ദൃഢചിത്തനായി ശ്രീഹരിയുടെ രൂപത്തെ ഇപ്രകാരം ധ്യാനിക്കണം: ഗണശ്യാമനിറം, പ്രസന്ന മുഖകമലം, കരുണാകടാക്ഷം, ഭക്തന്മാരെ പ്രസാദിപ്പിക്കാനുള്ള വ്യഗ്രത, വിശാല നേത്രങ്ങൾ, ഉയർന്ന നാസിക, ശോഭനമായ പുരികങ്ങൾ, സുന്ദര കപോലം, അരുണാതരണ ശംഖുചക്രാദികളെ ധരിച്ച് 4 നീണ്ട തൃക്കൈകൾ, ശ്രീവത്സം, വനമാല, കിരീടകുണ്ടലാദ്യാഭരണങ്ങൾ, മഞ്ഞപ്പട്ടുവസ്ത്രം, രത്നകാന്തി പരത്തുന്ന നഖനിരകളാൽ ശോഭിക്കുന്ന ശ്രീപാദപത്മങ്ങൾ എന്നിങ്ങനെ അവർണ്ണീയ സൗന്ദര്യമൂർത്തിയായ ഹൃദയപത്മത്തിലിരുന്നു കൊണ്ട് തൻ്റെ പ്രേമപൂർവം കടാക്ഷിക്കുന്ന വരദാന തൽപരനായ ശ്രീഹരിയെ വഴിപോലെ ധ്യാനിക്കണം. ക്രമേണ ചിത്തം പരമനിർവൃതിയെ പ്രാപിച്ച് സമാധി അവസ്ഥയിൽ നിന്ന് മാറാതെ നിലനിൽക്കും. ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന പരമഗുഹ്യമായ മൂലമന്ത്രത്തെയും ജപിക്കണം. ലഭ്യമായ പൂജാദ്രവ്യങ്ങളെ കൊണ്ട് പ്രഭുവിനെ പൂജിക്കണം. ഭഗവാൻ ഓരോ അവതാരങ്ങളിൽ ചെയ്ത അത്ഭുത മനോഹരങ്ങളായ ലീലകളെ പ്രേമപൂർവം ചിന്തിക്കണം. ത്രികരണ ശുദ്ധിയോടുകൂടി ഇപ്രകാരം ഭജിക്കുന്നതായാൽ അവൻ്റെ ആഗ്രഹങ്ങളെല്ലാം ഭഗവാൻ സാധിപ്പിക്കും. വിഷയവിരക്തനായ നിഷ്കാമ ഭക്തനാണെങ്കിലോ ഭക്തി സീമാതീതമായി വർദ്ധിച്ച് ഭഗവത് സായുജ്യം ലഭിക്കും. ഇപ്രകാരം ഉപദേശിച്ച് ധ്രുവനെ അനുഗ്രഹിച്ചയച്ചിട്ട് ശ്രീ നാരദർ രാജകൊട്ടാരത്തിൽ എഴുന്നള്ളി. ഉത്താനപാദൻ അപ്പോഴേക്കും പശ്ചാത്താപത്താൽ വാടി തളർന്നു കഴിഞ്ഞിരുന്നു. ശ്രീ നാരദരെ ഭക്തിപൂർവ്വം ഉപചരിച്ചിട്ട് പറഞ്ഞു, ബ്രഹ്മൻ, ഞാൻ ദുഃഖസാഗരത്തിൽ മുങ്ങിക്കിടക്കുകയാണ്. സ്ത്രീലോലനും മൂർഖനുമായ ഞാൻ കേവലം 5 വയസ്സ് മാത്രം പ്രായമായ എൻ്റെ പുത്രനെയും അവൻ്റെ മാതാവിനെയും വേദനിപ്പിച്ചു. എൻ്റെ ഹൃദയം പശ്ചാത്താപത്താൽ വെന്തുരുകുന്നു. മഹാബുദ്ധിമാനായ എൻ്റെ മകൻ കാട്ടിലേക്ക് ഒറ്റയ്ക്ക് പോയി കളഞ്ഞു. വിശന്നും ദാഹിച്ചും തളർന്നും കാട്ടിൽ തനിയെ അലഞ്ഞു തിരിയുന്ന അവനെ വല്ല ചെന്നായ്ക്കളും ഭക്ഷിച്ചുവോ ആവോ. സ്വാമി, അവൻ പ്രേമത്തോടുകൂടി എൻ്റെ മടിയിലിരിക്കാൻ വന്നതായിരുന്നു. കഷ്ടം, ഞാൻ അവനെ ആദരിച്ചില്ല. ശ്രീ നാരദർ പറഞ്ഞു, രാജാവേ, അങ്ങ് സങ്കടപ്പെടേണ്ട. അങ്ങക്ക് അവൻ്റെ മാഹാത്മ്യം അറിഞ്ഞുകൂടാ. അവനെ സർവേശ്വരൻ തൻ്റേതായി അംഗീകരിച്ചു കഴിഞ്ഞു. ദേവന്മാരാൽ പോലും അസാധ്യമായ സൽക്കർമ്മത്തെ ചെയ്ത് തൻ്റെയും അങ്ങയുടെയും കീർത്തിയെ ലോകമെങ്ങും പരത്തിക്കൊണ്ട് വിജയശ്രീ ലാളിതനായി അവൻ താമസിയാതെ സമാധാനമായിരിക്കുക. ഇപ്രകാരം ആശ്വസിപ്പിച്ചിട്ട് മഹർഷി പോയി. ധ്രുവൻ ഗുരുപദേശപ്രകാരം മധുവനത്തിലെത്തി പുരുഷോത്തമനെ സേവിക്കാൻ തുടങ്ങി. ആദ്യത്തെ മാസത്തിൽ 3 ദിവസത്തിലൊരിക്കൽ കായ്കനികളെ ഭക്ഷിച്ചും 2-ാമത്തെ മാസത്തിൽ 6 ദിവസത്തിലൊരിക്കൽ ഉണക്കയിലകൾ കഴിച്ചും 3-ാമത്തെ മാസത്തിൽ 9 ദിവസത്തിലൊരിക്കൽ വെറും ജലപാനം ചെയ്തും 4-ാം മാസത്തിൽ 12 ദിവസത്തിലൊരിക്കൽ വായു മാത്രം ഉൾക്കൊണ്ടും പ്രഭുവിനെ തീവ്രമായി ഭജിച്ചു. 5-ാം മാസത്തിൽ നിരാഹാരനായി ജിതശ്വാസനായി ഒറ്റക്കാലിൽ ഒരു കുറ്റി പോലെ നിശ്ചലനായി ദൃഢസമാധിസ്ഥനായി സ്ഥിതി ചെയ്തു. ഭഗവത് സ്വരൂപമല്ലാതെ മറ്റൊന്നും കണ്ടില്ല. ബാലനായ ധ്രുവൻ സർവേശ്വരനെ ഇപ്രകാരം ഏകാഗ്രമായ ഹൃദയത്തിൽ ഉറപ്പിച്ചപ്പോൾ 3 ലോകങ്ങളും വിറച്ചുപോയി. ആ കൊച്ചുകുട്ടി ഭൂമിയിൽ ഉറപ്പിച്ചിരുന്ന ഒരു കാലിൻ്റെ ഭാരം ഭൂമിദേവിക്ക് താങ്ങാൻ കഴിഞ്ഞില്ല. കാരണം സകല ബ്രഹ്മാണ്ടങ്ങളെയും ഉള്ളിലടക്കിയ ഭഗവാൻ ധ്രുവന്റെ ഹൃദയത്തിൽ വസിച്ചതു തന്നെ. ധ്രുവൻ പ്രാണനെ അടക്കിയപ്പോൾ സകല ജീവരാശികൾക്കും പ്രാണൻ തടസ്സപ്പെട്ടു. ദേവർകൾ സർവസന്താപനാശകനായ ശ്രീഹരിയെ ശരണം പ്രാപിച്ചു. ധ്രുവന്റെ തപപ്രഭാവത്തിലാണ് ഇത് സംഭവിച്ചതെന്നും
ഇതിന് താൻ പരിഹാരം ചെയ്തു കൊള്ളാമെന്നും ശ്രീ ഭഗവാൻ അരുളി ചെയ്ത് അവരെ സമാധാനിപ്പിച്ചയച്ചു. അടുത്ത ഭാഗത്തിൽ പറയാൻ പോകുന്നത് ധ്രുവന്റെ വൈകുണ്ഠ പ്രവേശം എന്നതിനെ കുറിച്ചാണ്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നന്ദി, നമസ്കാരം.